ഹലോ. അപ്പോൾ രാവിലത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ രാത്രി യാത്ര ചെയ്യാൻ കേട്ടോ. രാത്രി യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ മഴയും കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട. പിന്നെ റോഡൊക്കെ നല്ല സ്ലിപ്പായി കിടക്കാനൊക്കെ ഭയങ്കര ശ്രദ്ധിക്കണം. ഞാൻ റെയിൻകോട്ട് ഇട്ടില്ല. എനിക്ക് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേ തണുക്കാൻ തുടങ്ങി. ചൂട് എങ്ങനെയും സഹിക്കാമെന്ന് വിചാരിച്ച് ചൂട് വരുമ്പോൾ തണുപ്പ് വരുമ്പോൾ ചൂട് അങ്ങനെയാണല്ലോ. അപ്പോൾ തണുപ്പ് സഹിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയോണ്ട് റെയിൻകോട്ട് എടുത്ത് എനിക്ക് തന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം എവിടെ പോകുന്നത്? ചായയിലോട്ട്. ചായ നോക്കുമ്പോൾ പൊരിപ്പൊക്കെ കുറവായിരുന്നു. എന്നാലും ഒരു മുളക് ബജി തട്ടിയേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മഴയത്ത് ചൂടോടെ ചായ കുടിക്കുമ്പോൾ ഒരു എരിവുള്ള മുളക് ബജി അത് അടിപൊളിയല്ലേ. എനിക്ക് എരിവും നമ്മുടെ ചായയും കൂടെ കുടിക്കുമ്പോൾ ഇക്കിള് വരും കേട്ടോ. ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു വെറൈറ്റി സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ നേരെ ഒരു ഉദ്ദേശമില്ലാതെ പോയി കേട്ടോ. കരുനാഗപ്പള്ളി വെച്ച് പിടിച്ച് കേട്ടോ. അപ്പം നമ്മൾ തുപ്പാശ്ശേരി എന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ വെക്കുന്ന കാലത്തൊട്ട് ഞാൻ തുണി എടുക്കുന്നത് ഇവിടുന്ന്. ഇപ്പോഴൊക്കെയാണ് മാറ്റി മാറ്റി പിടിക്കാൻ തുടങ്ങിയത്. പക്ഷേ കൊച്ചിലേ മുട്ട എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ തുപ്പാശ്ശേരി പോയി തുണിയെടുക്കുക. അതൊരു ചടങ്ങ്, ഒരു സന്തോഷമായിരുന്നു. അമ്മയുടെ കൂടെ ബസ്സിൽ കയറുക, അവിടെ പോവുക. ചിലപ്പോൾ എന്നെ കൊണ്ടുപോയില്ലേ കരഞ്ഞ് വാശി പിടിച്ച് കയറിപ്പോവും. ആ കട കാണുന്നത് എന്തോ ഒരു പ്രത്യേക സന്തോഷം. വർഷങ്ങൾ കൊണ്ട് കാരണം എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ ഇവിടെ നിന്നാണ് തുണി എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ വേറെ കടകൾ വന്നു, മനുഷ്യന് വേറെ ഡിസൈൻസ് വന്നു, അങ്ങോട്ട് പോയെങ്കിലും തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടെ എത്തിയൊക്കെയാണ് കേട്ടോ. അത്യാവശ്യത്തിൽ കൂടുതൽ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഉള്ള ഇടയ്ക്ക് കുറച്ച് ഡൗൺ ആയെങ്കിലും പിന്നെ നമുക്ക് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ കടയിൽ പോയി എടുത്തിട്ട് തിരിച്ച് വന്നപ്പോൾ എന്നാൽ ഫുഡ് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ച്. വീട്ടിൽ ചോറും കറിയുണ്ട്, എന്നാലും പൊറോട്ട കഴിക്കുന്ന സുഖം വേറെ അല്ലേ. അപ്പോൾ ചോറും കറിയും എടുത്തിട്ടുണ്ട്. ആ ഉണ്ടമുളകും ഒക്കെ എടുത്ത് അതിൻ്റെ മണം കേട്ടാൽ മതിയെ ചോറ് കഴിക്കാൻ. അപ്പോൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ കറിക്ക് എന്ത് ചേർക്കുന്നോ അതോ കൈപ്പുണ്യമുള്ള ആരെങ്കിലും ഉണ്ടാക്കുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു എല്ലാ സാധനത്തിനും. അപ്പോൾ വയറ് നിറയെ ഫുഡ് കഴിച്ചു. ഇങ്ങനെ നാട്ടിൽ വരുമ്പോഴല്ലേ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. കാരണം വെറൈറ്റി ഫുഡ് ഇവിടെയല്ലേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വെജിറ്റേറിയൻ കഴിച്ച് മടുത്ത്. വെജിറ്റേറിയൻ ഫുഡിന് ടേസ്റ്റൊക്കെ ഉണ്ട്, എന്നാലും അത് കഴിച്ച് മടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം.